ഹായ് എവരി വൺ, അക്കൗണ്ടൻസ് ആപ്പിലേക്ക് സ്വാഗതം. ഈ വീഡിയോ മെയിനായി ടാർഗറ്റ് ചെയ്യുന്നത് ബിഗിനേഴ്സായിട്ടുള്ള അക്കൗണ്ടൻസിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഒരുപാട് ബികോം ഫ്രഷേഴ്സാണ് പഠിച്ചിറങ്ങുന്നത് ഓരോ വർഷവും. ഒരു ടാലി സർട്ടിഫിക്കറ്റ് മാത്രം ഇവർ പിന്നെ സെക്യൂർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇന്നത്തെ കാലത്തെ എക്സ്പീരിയൻസ് ആണ് ആവശ്യം. ആ എക്സ്പീരിയൻസ് ഉണ്ടാക്കി തുടങ്ങുന്നതിൽ ഒരു ബേസിക് നോളജ് ഏതൊരു അക്കൗണ്ടൻറ്റിനും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം അക്കൗണ്ടിങ് എന്താണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. വാട്ട് ഈസ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പെർട്ടൈനിങ് ടു ദ ബിസിനസ്. ഒരു ബിസിനസ്സിലെ എല്ലാവിധ ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുക എന്നതുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ പടി. അതിനുശേഷം ഈ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസ് സമ്മറൈസ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, അതുപോലെ റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺസേൺഡ് പാർട്ടീസിനാണ് ഇത് കൺവേ ചെയ്യുന്നത്. അതായത് കൺസേൺഡ് പാർട്ടീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ സപ്ലയേഴ്സ് ആവാം, ഡെറ്റേഴ്സ് ആവാം, ഗവൺമെൻറ് ആവാം, അൾട്ടിമേറ്റ്ലി മാനേജ്മെൻറ്റിനാവാം. അപ്പോൾ മാനേജ്മെൻറ്റിനാണ് ഏറ്റവും പ്രധാനമായിട്ടും ഫൈനാൻഷ്യൽ ഡാറ്റ കൊണ്ട് ഏറ്റവും അധികം പ്രയോജനമുള്ളത്. ഒരു മാനേജറിനെ ഏറ്റവും അധികം ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ സഹായിക്കുന്ന ആളാണ് അക്കൗണ്ടൻറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. ഇത് കൂടാതെ വേറെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി നമുക്കൊരു വീഡിയോ വീണ്ടും ചെയ്യാം.